ഏത് കോടതി വരെ പോയി അവരെ സംരക്ഷിക്കും. ഇതിന് കേസെടുത്തത് കേരളത്തിൻ്റെ മുമ്പിൽ, സാംസ്കാരിക കേരളത്തിൻ്റെ മുമ്പിൽ പോലീസിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തലകുനിച്ച് നിൽക്കണം. ഈ കേസെടുത്തത് ഇത് ചരിത്രത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കറുത്ത അധ്യായമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ഇത് തീവ്ര വലതുപക്ഷ സർക്കാരുകൾ മാത്രം ചെയ്യുന്നതാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സിനിമാ വിലക്കിനെതിരായിട്ടായിരുന്നു. ആ സിനിമാ വിലക്കിനെതിരായി പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഒരു പാരഡി പാട്ടിൻ്റെ പേരിൽ കേസെടുത്ത് പോലീസിനെ കൊണ്ട്. ഇത് കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. ഞങ്ങളിത് പരിഹാസത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഗൗരവത്തോടു കൂടിയല്ല, പരിഹാസത്തോടു കൂടി ഈ കേസെടുത്തതിന്. ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. എന്തായാലും ആ ഗാനം, ആ പാരഡി ഗാനം എത്ര പേരെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. എത്ര പേര് ഇത് ഈ പാരഡി ഉണ്ടാക്കിയതാണോ കുറ്റം, അയ്യപ്പൻ്റെ സ്വർണം കവർന്നതാണോ കുറ്റം? ഞാൻ ചോദിക്കട്ടെ, സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടല്ലോ പ്രസ്താവന. CPM-ന്റെ നേതാവായ സ്വരാജ് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും അധിക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും കേസെടുക്കാത്ത ആളുകളാണ്, അപ്പോഴാണ് മതവികാരം വ്രണപ്പെടാത്ത ആളുകളാണ് ഇവര്. അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചെന്നും ഇനി അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിക്കണമെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് പ്രളയമായി മാറിയതെന്നും പ്രസ്താവന ഇറക്കിയ CPM നേതാവിനെതിരെ ഒരു കേസ് കൊടുത്തില്ല. അതൊക്കെ ഞങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത്. എത്ര അധിക്ഷേപകരമായിട്ടാണ് വിശ്വാസത്തെ, ആചാരങ്ങളെ എത്ര അധിക്ഷേപകരമായിട്ടാണ് മുഖ്യമന്ത്രിയും CPM നേതാക്കളും സംസാരിച്ചത്. ഇപ്പോഴെന്താണ് ഒരു മതപരമായ ആചാരത്തോടൊക്കെ ഒരു സ്നേഹം CPM-ന് വന്നത്, അത് കൊണ്ടു. അപ്പം അയ്യപ്പൻ്റെ സ്വർണം കവർന്നതോ ആചാരലംഘനം നടത്തിയതോ ഒന്നുമല്ല പ്രശ്നം, ഒരു പാരഡി ഗാനമാണ് പ്രശ്നം. എത്രമാത്രം ഒരു പ്രസ്ഥാനം അധപ്പതിച്ചിരിക്കുന്നു, എത്ര താഴേക്ക് പോയിരിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ നാണക്കേടാണ്. ഇവരോടൊക്കെയാണല്ലോ ഞങ്ങൾ ഈ യുദ്ധം ചെയ്യേണ്ടതെന്ന്. അത്ര നാണക്കേടാണ്. കേരളത്തിന് ചോദിച്ചതല്ല ഇത്. എല്ലാവരും ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട്, കേസെടുത്ത കാര്യം പറഞ്ഞിട്ട്. സാമാന്യ ബോധമുള്ള എല്ലാവരും ചിരിക്കുകയാണ്. ഇവർ ഈ തോൽവി ഇവരുടെ സാമാന്യ യുക്തിയെ വരെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് കാണുന്നത്. ഈ തോൽവി, ഈ പരാജയം എത്രമാത്രം കനത്ത ആഘാതമാണ് ഇവർക്ക് വരുത്തിയിരിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ്.